ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടിയായിട്ടൊരു ട്രിപ്പ് വന്നതായിരുന്നു. പക്ഷെ ചെറിയൊരു പണി കിട്ടി. വൈകി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി ഗായ്സ്. ഇവിടെ റോഡിൽ നിന്ന് നടുക്ക് നിൽക്കുകയാണ്. നമ്മുടെ റോഡാണ് ചെറിയൊരു ഓഫ് റോഡ് റോഡാണ്. വഴി തെറ്റിയിട്ട് ഒരു ചേട്ടനോട് നമ്മൾ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഈ വഴി കൂടെ നേരെ പോയാൽ നമ്മുടെ മെയിൻ റോഡിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഗായ്സ്, നമുക്കൊന്ന് ഡ്രൈവ് ചെയ്തൊന്ന് അവിടെ പോയി നോക്കാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് ഹൈവേ എത്തുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടി വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. ഫുള്ള് ഓഫ് റോഡാണ് ഗായ്സ്. വണ്ടിയൊക്കെ തട്ടിമുട്ടിയൊക്കെയാണ് പോകുന്നത്. വണ്ടിയുടെ കോലം കാണിച്ചു തരാം. റോഡൊക്കെ ഇങ്ങനെ ഹമ്പ് പോലെയാണ്. എവിടെയും തട്ടാത്തതില്ല. വണ്ടി അങ്ങനെ കണ്ടില്ലേ, വണ്ടി ഇങ്ങനെ തട്ടിയാണ് പോകുന്നത് ഗൈസ്. വണ്ടി ഇങ്ങനെ തട്ടിയാണ് പോകുന്നത്. മുമ്പിലൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. പെട്രോൾ വണ്ടിയൊക്കെയാണ് വണ്ടി കൊണ്ടുപോയി ഇങ്ങോട്ട് മറിച്ചിട്ടത്. എൻ്റെ ഓണേഴ്സിനോട് നല്ല മേട്ടം കിട്ടാതെ ഈ ഡ്രൈവേഴ്സിന്. കാരണം പെട്രോളൊക്കെ നല്ല വിലയുള്ള ഇക്കാലത്ത് യുദ്ധമൊക്കെ നടക്കുമ്പോഴേ പെട്രോളിനൊക്കെ ഭയങ്കര കുറേ ആംബുലൻസൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ആംബുലൻസൊക്കെ തന്നെ ഈ കൂടെ പോണേ. അപ്പോൾ ഗൈസ്, നമുക്കെന്തായാലും അതൊന്നും നോക്കണ്ട. നമുക്ക് വണ്ടി കൊണ്ട് പറപ്പിച്ച് വിടാം. അവിടെ വേറൊരു വണ്ടി, മഹീന്ദ്രൻ്റെ വണ്ടിയാണ്. മണൽ കയറ്റി കുടുക്കി കിടക്കാണ് വണ്ടി. നല്ല കുലുക്കാൻ കൂരുന്നുണ്ട്. ഭയങ്കര ഓഫ് റോഡാണ്. നമ്മൾ പിന്നെ കുറച്ച് സ്പീഡിലോട്ട് എടുക്കുകയാണ്. വണ്ടിക്കൊന്നും പറ്റില്ല, നമുക്കൊരു സീനില്ല. ഇതൊക്കെ നമ്മളെത്ര കണ്ടതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഒരു കൊമ്പൻ വരുന്നുണ്ട് ഗൈസ്, ഒരു കൊമ്പൻ. അപ്പോൾ ഗൈസ്, ഒരു വളവെത്തിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വളച്ചങ്ങോട്ട് എടുക്കാം. തട്ടാതെ മുട്ടാതെ ഒന്ന് ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, ടക്കട്ടക്കട്ടക്കട്ടക്കാന്നാണ് വണ്ടി പോണേ. കാട്ടായില്ല. ഒരു ട്രാവലർ ഇതായിരുന്നു. വണ്ടിക്ക് നല്ല ഓഫ് റോഡാണ് കേട്ടോ. ഓഫ് റോഡ് ആയിരുന്നെങ്കിൽ കിടില ഓഫ് റോഡാണ്. ആ ചേട്ടൻ പറഞ്ഞ മാതിരി എത്തിയാൽ മതിയായിരുന്നു. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയ സംഗതി സുഖമായി. അപ്പോൾ ഗൈസ്, നമുക്കെന്തായാലും വണ്ടി എടുത്ത് അങ്ങോട്ട് പറപ്പിച്ച് വിടാം. ഇനി എന്തായാലും തിരിച്ചു പോകാൻ നടക്കൂല, അതാണ് പ്രശ്നം. ഗൈസ്, നമ്മളെന്തായാലും വണ്ടി കൊണ്ട് പറപ്പിച്ച് വിടുകയാണ്. വണ്ടി എന്തായാലും തട്ടാതെ മുട്ടാതെ നോക്കണം. അല്ലെങ്കിലേ വണ്ടി ഒരു ഇതാണ്. ചെറിയ വണ്ടി വല്ലതും എടുത്താൽ മതിയായിരുന്നു. ഒരു വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയാണ് തോന്നുന്നുണ്ട്. അടുത്ത വണ്ടി വരുന്നു. നമ്മുടെ അതേ ടീം വരുന്നുണ്ട് ഗൈസ്. ഒരു വണ്ണസ് വരുന്നു. അടുത്തോളം വണ്ടി തട്ടിയ ചെറിയൊരു സംശയമുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് പോയി ഗൈസ്. മലൻ്റെ അടിയൊക്കെ കാണുന്നുണ്ട്. അടി നല്ല റോഡാണ്. വണ്ടിക്ക് ഇതുവരെ ഒരു പ്രശ്നം കാണുന്നില്ല. മുമ്പ് നോക്കിയിട്ട് പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയത്തില്ല ഗൈസ്. ഇത് കണ്ടില്ലേ, ഹമ്പ് പോലെയുള്ള റോഡാണ്. ടിങ് 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 ഇറങ്ങുന്നുണ്ട്. വേവ് ഓഫ് ക്യാമ്പസ് നമ്മുടെ വണ്ടിയുടെ മേത്തിലുള്ള പേര്. എവിടെയും തട്ടാതെ മുട്ടാതെ നോക്കണം. തട്ടിയാൽ പണി കിട്ടും. തട്ടിയില്ല ഗൈസ്. ഷാടായിച്ചൊക്കെ ഇങ്ങോട്ട് വന്ന് തട്ടിച്ചല്ലോ. എന്തായാലും ചെയ്യില്ല. നമുക്ക് നൈസിനാട്ടെ ചെക്കനാട് മൂലയിലൊക്കെ മാറ്റിയിടാം. ഗൈസ്, വണ്ടി കുറച്ച് പ്രശ്നമാണ്. ഓട്ടാൻ കുറച്ച് പണിയുണ്ട്. അത് നമ്മളായത് കൊണ്ട് പ്രശ്നമില്ലാതെ വണ്ടി ഓട്ടുന്നു. ഞാൻ പിന്നെ ഭയങ്കര പ്രോ ഡ്രൈവറാണല്ലോ, അതുകൊണ്ട് പിന്നെ സീനില്ല. തട്ടി ചെറു ഗൈസ്, പറഞ്ഞു തീർന്നില്ല. അപ്പോഴത്തേക്കും വണ്ടി തട്ടി. നമുക്ക് വണ്ടി ഒന്ന് തട്ടാതെ മാറ്റാം, സൈഡിലോട്ടേക്ക് ഒതുക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴത്തെ വണ്ടി തട്ടി. ഇതാണ് പ്രശ്നം. ഞാൻ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കും. ഇത് നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകണം. തട്ടരുതെന്നാണ് എൻ്റെ ഒരു ഇത്. തട്ടൂലേക്കും. പിന്നെയും പെട്രോൾ വണ്ടി. നമുക്ക് ഇവിടുന്ന് വിലയിൽ നിന്ന് നൈസിന് കുറച്ച് പെട്രോൾ അങ്ങോട്ട് ചോദിച്ചു. പെട്രോൾ അടിച്ചാലോ? പെട്രോൾ കുറച്ച് കുറവാണ്. തട്ടേണ്ടടുത്തൊക്കെ തട്ടീനെ. ഈ സാധനത്തുമ്മ കൂടെ ഒക്കെ കയറിയ വണ്ടി പോണേ. എന്ത് പോക്കാണ്. ഒരു ഇന്നോവ അവിടെ മൂല നടുവുണ്ടായി നിർത്തിയിട്ട് ഇടിച്ച് ഒഴിവാക്കണം അതിനൊക്കെ. എന്തായാലും വണ്ടി പറപ്പിച്ച് വിടാം. കുറച്ച് കുത്തനുള്ള കയറ്റാണ്. എങ്ങനെയെങ്കിലൊക്കെ അവിടെ കയറാൻ നോക്കാം. വണ്ടി കയറുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പിന്നെ പ്രോ ഡ്രൈവർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വണ്ടി കൊണ്ടുപോകണേ. വേറെ ഒരാണെ ഇപ്പം കുളത്തിൽ കൊണ്ടുപോയി തള്ളിട്ടേനെ. കുളത്തിലല്ല, കുറച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിട്ടേനെ. അപ്പോൾ നമ്മളെന്നാലും വണ്ടി കൊണ്ട് എടുത്ത് വിടാം. മുമ്പിൽ നോക്കിയിട്ടൊരു പ്രശ്നവും കാണുന്നില്ല. പ്രശ്നമൊന്നും വരില്ലേക്കും.
തട്ടി വിചാരിച്ച്. പിന്നെ എന്തായാലും വണ്ടിയും കൊണ്ട് പറപ്പിക്കാം. ഇറക്കാണ്ട് വലിയ സീൻ ഉണ്ടാവില്ലെന്നാണ് വിചാരിക്കുന്നത്. മൂലയിലൊക്കെ റോഡിൻ്റെ മൂലയിലൊക്കെ കുറേ മരക്കഷ്ണം കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത വണ്ടി ഒന്ന് അതാ തട്ടിയോ ഇല്ല, ജസ്റ്റ് കൺട്രോളൊന്നാണ് പോയി ഗൈസ്. കുണ്ടായിട്ട് ഹാൻഡിൽ കൺട്രോൾ കിട്ടില്ല, ഭയങ്കര കുയ്യായിട്ട്. ഓഫ് റോഡ് ആയതുകൊണ്ടാണ്. ഓ വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് തട്ടി ചെറിയ സംശയമുണ്ട്. കൊമ്പന്താ പിന്നെയും വരുന്ന ഇവിടെയൊക്കെ നല്ല കുണ്ടാ. ഗൈസ് നിരന്ന റോഡ് കിട്ടി. ഇടയ്ക്കിടെ കയറി കിട്ടിയാൽ കഴിച്ചിലാവും. ഗൈസ് രക്ഷപ്പെട്ടു. വണ്ടി ബാക്കിയുള്ള വണ്ടിയൊന്നും നമ്മൾ തട്ടിയിട്ടില്ല. നമുക്കെന്തായാലും വണ്ടി എടുത്ത് വിടാം. ഒരു വണ്ടി കാണുന്നുണ്ട്, ഒരു പ്രൈവറ്റ് ബസ് കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ അടുത്ത് കൂടെ ഒന്ന് എടുത്തു നോക്കാം. നമുക്ക് വലിയ സീനില്ല. ഇവിടെ ഫുള്ള് ബ്ലോക്കാണല്ലോ. ആരാണ് ഇതിനത്ര ബ്ലോക്ക് കൊണ്ടുപോയിട്ട് അവിടെ? മര്യാദയ്ക്ക് റിവേഴ്സ് എടുത്ത് മറ്റടുത്ത് കൂടെ പോയാൽ മതി. വെറുതെ കൂടെ എടുത്തു ഫുള്ള് ബ്ലോക്ക്, കാണുന്നിടത്തൊക്കെ ബ്ലോക്ക്. എന്താ ബ്ലോക്ക് ആവാൻ കാരണം എന്താ? എൻ്റെ മോനെ അവിടെ ഗായ്സ്. ഇപ്പോൾ ഗായ്സ് നമ്മുടെ വണ്ണസിനെ ഏതൊരു ചെറുക്കനെടുത്തങ്ങാണ്ട് എയറിൽ കയറ്റി നിർത്തുകയാണ് ഗൈസ്. ഒരു എയ്ച്ചറെടുത്തങ്ങാണ്ട് വണ്ണസിനെ എയറിൽ നിർത്തിയിട്ടുണ്ട്. സൂക്ഷിക്കണം. നമ്മളാണ് ഇവന്മാരെ മെയിൻ എതിരാളീസ് തോന്നുന്നുണ്ട്. വണ്ണസ് സൂക്ഷിക്കണം, ഇല്ലേ പണി കിട്ടും. പറന്ന് കുത്തിയില്ല. ഇവിടെ പാറൊക്കെ തുരന്നുള്ള റോഡുണ്ടാക്കി. ഇപ്പോൾ ഗൈസ് നമുക്ക് കൈയാണെങ്കിൽ നമ്മുടെ പൈസ ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് നിരന്ന് നല്ല റോഡാക്കണം. ഇവന്മാർക്ക് അതിനുള്ള പൈസ പോലുമില്ല. നമുക്ക് ആ റോഡൊന്നും ഉണ്ടാക്കിയെടുക്കണം. പാവങ്ങളല്ലേ. തട്ടിയില്ല. അങ്ങനെ തട്ടുക. ഞാനോടിക്കുമ്പോൾ ഇവിടെ തട്ടിയേ വണ്ടി. അസാധ്യം. അപ്പം എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് പറപ്പിച്ചങ്ങോട്ട് വിടാം. എവിടെയും തട്ടിക്കണ്ട. ഒരു പെട്രോൾ വണ്ടി കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ് പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. ഈ ഇന്നോവനൊക്കെ എടുത്ത് മാറ്റിടണം. ഇപ്പം കുറേ നേരമായി റോഡ് കൂട്ടാനായിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ് വണ്ടിൻ്റെ ബ്രേക്ക് പോയോ ചെറിയ സംശയമുണ്ട്. കുത്തിയില്ല. അപ്പോൾ ഗൈസ് കഴിച്ചിലായി. വണ്ടീൻ്റെ ബ്രേക്ക് ചെറുതായിട്ട് പോയോ ചെറിയ സംശയമുണ്ട്. നമുക്ക് എന്തായാലും ഈ പെട്രോൾ പമ്പൊക്കെ നിർത്തിങ്ങാണ്ട് വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ യാത്ര തുടങ്ങും ഗൈസ്. അതായിരിക്കും നല്ലത്. നമുക്കെന്തായാലും വണ്ടി ഇവിടെ അങ്ങനെ കയറ്റി നിർത്തിയിടാം. ഗൈസ് നമ്മുടെ കൊമ്പനെ ബ്ലോക്ക് ചെയ്തു. നീ പോവണ്ടാ കൊമ്പ, നീ പോവണ്ടാ. അപ്പോൾ ഗൈസ് നമുക്കെന്തായാലും വണ്ടിയൊക്കെ ഒന്ന് റിവേഴ്സ് അടിച്ചിട്ട്. വണ്ടി വളയണില്ല ഗൈസ്, എന്തോ പ്രശ്നമുണ്ട്. നല്ല ലാഗുണ്ട്. വണ്ടി അങ്ങോട്ട് വളയണില്ല ഗൈസ്. ഹാൻഡിൽ നല്ല ടൈറ്റാണ്. എന്തായാലും ഇപ്പോൾ റിവേഴ്സ് അടിച്ച് നല്ല നോക്കാം. വണ്ടി എങ്ങനെയെങ്കിലും ഇവിടെ കയറ്റണം, വലിയ പ്രശ്നമാണ്. ബാക്ക് തട്ടിച്ചൊക്കെ അങ്ങോട്ട് എടുത്ത് നോക്കാം. തട്ടി. നമ്മൾ റിവേഴ്സ് അടിച്ചിട്ടുണ്ട് ഗൈസ്. കൊമ്പം പോട്ടെ, മക്കൾ പോട്ടെ ഗൈസ്. വണ്ടിൻ്റെ ഫ്രണ്ട് മൊത്തം ചളുങ്ങി ഗൈസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. വണ്ടിൻ്റെ ഫ്രണ്ട് മൊത്തം ചളുങ്ങി ഗൈസ്. നമുക്കെന്തായാലും വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ കോലം. ഫുള്ള് ചളങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.